വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 14-ാം അധ്യായം. യഹോവാഹാസിന്റെ പുത്രനായിരുന്ന ഇസ്രായേൽ രാജാവ് യോവാഷിന്റെ 2-ാം വർഷം യൂദാ രാജാവായിരുന്ന യോവാഷിന്റെ പുത്രൻ അമസിയ രാജാവായി. ഭരണം ആരംഭിച്ചപ്പോൾ അവന് 25 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. ജെറുസലേമിൽ നിന്നുള്ള അവന്റെ അമ്മയുടെ പേര് യഹോവദാൻ എന്നായിരുന്നു. അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ ശരിയായത് ചെയ്തെങ്കിലും പിതാവായ ദാവീദിനെ പോലെ ആയിരുന്നില്ല. തന്റെ പിതാവായ യോവാഷ് ചെയ്തതെല്ലാം പോലെ അവനും ചെയ്തു. എങ്കിലും ജനം പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. അവർ പൂജാഗിരികളിൽ ബലി അർപ്പിക്കുകയും ധൂപം അർപ്പിക്കുകയും ചെയ്തു പോന്നു. രാജാധികാരം കയ്യിൽ ഉറച്ചതോടെ അവൻ രാജാവായിരുന്ന തന്റെ പിതാവിന്റെ ഘാതകരായ സ്വഭൃത്യന്മാരെ വധിച്ചു. എന്നാൽ ആ ഘാതകരുടെ മക്കളെ അവൻ കൊന്നില്ല. മക്കളെ പ്രതി പിതാക്കന്മാരോ പിതാക്കന്മാരെ പ്രതി മക്കളോ വധിക്കപ്പെടരുത്. ഓരോരുത്തനും തന്റെ പാപത്തെ പ്രതി മാത്രമായിരിക്കണം വധിക്കപ്പെടുന്നത് എന്ന് കർത്താവ് കൽപ്പിച്ചത് മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പ്രകാരമാണിത്. അവൻ 10,000 ഏദോംകാരെ ഉപ്പ് താഴ്വരയിൽ വെച്ച് കൊല്ലുകയും യുദ്ധത്തിൽ സേല പിടിച്ചെടുക്കുകയും ചെയ്തു. അവൻ അതിനെ യൊക്തേൽ എന്ന് പേര് വിളിച്ചു. ഇന്നുവരെയും അത് അങ്ങനെ വിളിക്കപ്പെടുന്നു. അനന്തരം അമസിയ യേഹുവിന്റെ പുത്രനായ യഹോവഹാസിന്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിന്റെ അടുത്തേക്ക് ഇങ്ങനെ പറഞ്ഞ് ദൂതന്മാരെ അയച്ചു, വരൂ, നമുക്ക് മുഖാമുഖം കാണാം. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂദാ രാജാവായ അമസിയാക്ക് ഇങ്ങനെ മറുപടി അയച്ചു, ലെബനോനിലുള്ള ഒരു മുൾച്ചെടി ലെബനോനിലുള്ള ഒരു ദേവദാരുവിനോട് ഇങ്ങനെ പറഞ്ഞയച്ചു, നിന്റെ പുത്രിയെ എന്റെ പുത്രന് ഭാര്യയായി നൽകുക. എന്നാൽ ലെബനോനിലുള്ള ഒരു വന്യമൃഗം കടന്നു വന്ന് മുൾച്ചെടിയെ ചവിട്ടി തേച്ചു കളഞ്ഞു. നീ ഏദോമിനെ കഠിനമായി പ്രഹരിച്ചിരിക്കുന്നു. നിന്റെ ഹൃദയം നിന്നെ ഉദ്ധതനാക്കിയിരിക്കുന്നു. ബഹുമാനിതനായി നിന്റെ വീട്ടിൽ കഴിയുക. തിന്മയാൽ ഉത്തേജിതനായി എന്തിന് നീയും നിന്നോടൊപ്പം യൂദായും നിബദിക്കണം. എന്നാൽ അമസിയ കേട്ടില്ല. അതിനാൽ ഇസ്രായേൽ രാജാവായ യഹോവാഷ് കയറി വന്നു. യൂദായിലുള്ള ബേത്ത്ശെമേശിൽ വെച്ച് അവനും അമസിയായും നേർക്കുനേർ കണ്ടുമുട്ടി. ഇസ്രായേലിന് മുന്നിൽ യൂദ പരാജയപ്പെട്ടു. ഓരോരുത്തർക്കും തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇസ്രായേലിന് മുന്നിൽ യൂദ പരാജയപ്പെട്ടു. ഓരോരുത്തരും തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് ബേത്ത്ശെമേശിൽ വെച്ച് അഹസ്യായുടെ പുത്രനായ യോവാഷിന്റെ പുത്രനും യൂദാ രാജാവുമായ അമസിയായെ ബന്ധിച്ചു. അവൻ ജെറുസലേമിൽ വന്ന് എഫ്രായിം കവാടം മുതൽ കോൺ കവാടം വരെ ജെറുസലേം മതിൽ 400 മുഴം ഇടിച്ചു തകർത്തു. അവൻ കർത്താവിന്റെ ആലയത്തിലും രാജഭണ്ഡാരത്തിലും കണ്ടെത്തിയ മുഴുവൻ സ്വർണവും വെള്ളിയും എല്ലാ പാത്രങ്ങളും എടുത്ത് തടവുകാരെയും കൊണ്ട് സമറിയയിലേക്ക് മടങ്ങിപ്പോയി. യഹോവാഷിന്റെ പ്രവർത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതും യൂദാ രാജാവായ അമസ്യായോട് യുദ്ധം ചെയ്ത് പ്രകടിപ്പിച്ച അവന്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? യഹോവാഷ് തന്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം അവൻ സമറിയയിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ജെറോബോവാം അവന്റെ സ്ഥാനത്ത് രാജാവായി. ഇസ്രായേൽ രാജാവായ യഹോവഹാസിന്റെ പുത്രൻ യഹോവാഷിന്റെ മരണത്തിനു ശേഷം യൂദാ രാജാവായ യോവാഷിന്റെ പുത്രൻ അമസിയ 15 വർഷം കൂടി ഉണ്ടായിരുന്നു. അമസിയായുടെ പ്രവർത്തികളുടെ ശിഷ്ടഭാഗം യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ജെറുസലേമിൽ അവർ അവനെതിരെ ഗൂഢാലോചന നടത്തിയപ്പോൾ അവൻ ലാക്കിഷിലേക്ക് പലായനം ചെയ്തു. അവർ അവന്റെ പിന്നാലെ ലാക്കിഷിലേക്ക് ആളയച്ച് അവനെ അവിടെ വച്ച് വധിച്ചു.
അവർ അവനെ കുതിരകളുടെ പുറത്ത് കൊണ്ടുവന്നു. ദാവീദിന്റെ നഗരത്തിൽ തന്റെ പിതാക്കന്മാരോടൊപ്പം അവൻ ജെറുസലേമിൽ സംസ്കരിക്കപ്പെട്ടു. അനന്തരം യൂദാ നിവാസികൾ മുഴുവനും 16 വയസ്സ് മാത്രമുള്ള അസറിയായെ കൊണ്ടുവന്ന് അവന്റെ പിതാവായ അമസ്യായുടെ സ്ഥാനത്ത് രാജാവാക്കി. രാജാവ് തന്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചതിനു ശേഷം അവനാണ് ഏലാത്ത് പണിയുകയും അത് യൂദായിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തത്. യൂദാ രാജാവായ യോവാഷിന്റെ പുത്രൻ അമസ്യായുടെ 15-ാം വർഷം ഇസ്രായേൽ രാജാവായ യോവാഷിന്റെ പുത്രൻ ജെറോബോവാം സമരിയായിൽ രാജാവായി. 41 വർഷം അവൻ ഭരിച്ചു. കർത്താവിന്റെ ദൃഷ്ടികളിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിന്റെ പുത്രനായ ജെറോബോവാമിന്റെ പാപങ്ങളിൽ നിന്നൊന്നും അവൻ പിന്തിരിഞ്ഞില്ല. അവനാണ് ഇസ്രായേലിന്റെ അതിർത്തി ലെബോ ഹമാത്ത് മുതൽ അറാബ കടൽ വരെ പുനഃസ്ഥാപിച്ചത്. ഇത് ഗത്ഹേഫറിൽ നിന്നുള്ള അമിത്തായിയുടെ പുത്രനും തന്റെ ദാസനുമായ യോന പ്രവാചകൻ വഴി സംസാരിച്ച ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ വചനമനുസരിച്ചായിരുന്നു. കാരണം ഇസ്രായേലിന്റെ ദുരിതം വളരെ കഠിനമാണെന്ന് കർത്താവ് കണ്ടു. അടിമയില്ല, സ്വതന്ത്രനുമില്ല, ഇസ്രായേലിന് സഹായകൻ ആരുമില്ല. ഇസ്രായേലിന്റെ നാമം ആകാശത്തിന് കീഴേ നിന്ന് തുടച്ചു മാറ്റുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നില്ല. അതിനാൽ അവിടുന്ന് അവരെ യോവാഷിന്റെ പുത്രനായ ജെറോബോവാമിന്റെ കരത്താൽ രക്ഷിച്ചു. ജെറോബോവാമിന്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും അവൻ യുദ്ധം ചെയ്ത് പ്രകടിപ്പിച്ച ശക്തി വൈഭവവും ദമാസ്കസും ഹമാത്തും യൂദായിൽ നിന്ന് വീണ്ടെടുത്ത് ഇസ്രായേലിൽ ചേർത്തതും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ജെറോബോവാം ഇസ്രായേൽ രാജാക്കന്മാരായ തന്റെ പിതാക്കന്മാരോട് കൂടെ ശയിച്ചു. അവന്റെ പുത്രൻ സക്കറിയ അവന്റെ സ്ഥാനത്ത് രാജാവായി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 15-ാം അധ്യായം. ഇസ്രായേൽ രാജാവായ ജെറോബോവാമിന്റെ 27-ാം വർഷം യൂദാ രാജാവായ അമസ്യായുടെ പുത്രൻ അസറിയ രാജാവായി. രാജാവായപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 52 വർഷം ഭരിച്ചു. അവന്റെ അമ്മയുടെ പേര് യക്കൂലിയ എന്നായിരുന്നു. അവൾ ജെറുസലേമിൽ നിന്നായിരുന്നു. തന്റെ പിതാവായ അമസ്യ ചെയ്തതുപോലെയെല്ലാം അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. പൂജാഗിരികൾ നീക്കം ചെയ്തില്ല എന്ന് മാത്രം. ജനം പൂജാഗിരികളിൽ ബലി അർപ്പിക്കുകയും ധൂപം അർപ്പിക്കുകയും ചെയ്തു പോന്നു. അതിനാൽ കർത്താവ് രാജാവിനെ രോഗബാധിതനാക്കി. തന്റെ മരണദിനം വരെ അവൻ കുഷ്ഠരോഗിയായിരുന്നു. വേറിട്ടൊരു ഭവനത്തിൽ അവൻ വസിച്ചു. രാജാവിന്റെ പുത്രൻ യോഥാം കൊട്ടാരത്തിന്റെ അധിപനായി ദേശത്തെ ജനത്തെ ന്യായം വിധിച്ചു. അസറിയായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? അസറിയ പിതാക്കന്മാരോട് കൂടെ ശയിച്ചു. അവർ അവനെ അവന്റെ പിതാക്കന്മാരോടൊപ്പം ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിച്ചു. അവന്റെ സ്ഥാനത്ത് പുത്രൻ യോഥാം രാജാവായി. യൂദാ രാജാവായ അസറിയായുടെ 38-ാം വർഷം ജെറോബോവാമിന്റെ പുത്രൻ സക്കറിയ സമരിയായിൽ 6 മാസം ഇസ്രായേലിനു മേൽ ഭരണം നടത്തി. തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ അവനും കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിന്റെ പുത്രനായ ജെറോബോവാമിന്റെ പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. യാബേഷിന്റെ പുത്രൻ ശല്ലൂം അവനെതിരെ ഗൂഢാലോചന നടത്തി. ജനത്തിന്റെ മുൻപിൽ വച്ച് അവനെ പ്രഹരിച്ചു വധിച്ച് അവന്റെ സ്ഥാനത്ത് രാജാവായി. സക്കറിയായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗം ഇതാ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത് നിന്റെ പുത്രന്മാർ 4 തലമുറകൾ വരെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് യേഹുവിനോട് പറഞ്ഞ കർത്താവിന്റെ വചനപ്രകാരമാണ് സംഭവിച്ചത്. യൂദാ രാജാവായ ഉസിയായുടെ 39-ാം വർഷം യാബേഷിന്റെ പുത്രൻ ശല്ലൂം രാജാവായി. അവൻ സമരിയായിൽ 1 മാസക്കാലം ഭരിച്ചു. ഗാദിയുടെ പുത്രൻ മെനാഹേം തിർസായിൽ നിന്ന് സമരിയായിൽ കയറി വന്ന് യാബേഷിന്റെ പുത്രനായ ശല്ലൂമിനെ സമരിയായിൽ വച്ച് പ്രഹരിച്ച് അവനെ വധിച്ചു. അവന്റെ സ്ഥാനത്ത് അയാൾ രാജാവായി. ശല്ലൂമിന്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ നടത്തിയ ഗൂഢാലോചനയും ഇതാ
ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അക്കാലത്ത് ആരും തിപ്സ തുറന്നു കൊടുക്കാതിരുന്നതിനാൽ മെനാഹെം അതിനെയും അതിലുള്ള എല്ലാവരെയും തിർസ മുതലുള്ള അതിന്റെ അതിർത്തികളും തകർത്തു. അവൻ അതിലെ എല്ലാ ഗർഭിണികളെയും പിളർന്നു. യൂദാ രാജാവായ അസറിയായുടെ 39 വർഷം ഗാദിയുടെ പുത്രനായ മെനാഹെം സമറിയായിൽ ഇസ്രായേലിന്റെ രാജാവായി. 10 വർഷം അവൻ ഭരിച്ചു. അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിന്റെ മകനായ ജെറോബോവാമിന്റെ പാപങ്ങളിൽ നിന്ന് തന്റെ ജീവിതകാലത്തൊരിക്കലും അവൻ പിന്മാറിയില്ല. അസീറിയ രാജാവായ പൂൽ അപ്പോൾ ദേശത്തിനെതിരെ വന്നു. രാജ്യം തന്റെ കയ്യിൽ ഉറപ്പിക്കുന്നതിനായി പൂലിന്റെ കരം തന്നോടൊപ്പം ആയിരിക്കുന്നതിന് മെനാഹെം അയാൾക്ക് 1000 താലന്ത് വെള്ളി നൽകി. അസീറിയ രാജാവിന് നൽകാൻ ഇസ്രായേലിലെ എല്ലാ ശക്തരായ ധനികരിലും നിന്നാണ് മെനാഹെം ആളൊന്നിന് 50 ഷെക്കൽ വെള്ളി വീതം പണം പിരിച്ചെടുത്തത്. അങ്ങനെ അസീറിയ രാജാവ് തിരിച്ചുപോയി. അവൻ അവിടെ ദേശത്ത് തങ്ങിയില്ല. മെനാഹെമിന്റെ പ്രവർത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? മെനാഹെം തന്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. അവന്റെ പുത്രൻ പെക്കാഹിയ അവന്റെ സ്ഥാനത്ത് രാജാവായി. യൂദാ രാജാവായ അസറിയായുടെ 50 വർഷം മെനാഹെമിന്റെ പുത്രൻ പെക്കാഹിയ സമറിയായിൽ ഇസ്രായേലിനു മേൽ രാജാവായി. 2 വർഷം അവൻ ഭരിച്ചു. കർത്താവിന്റെ ദൃഷ്ടികളിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിന്റെ മകനായ ജെറോബോവാമിന്റെ പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. അവന്റെ പടനായകൻ റമാലിയായുടെ പുത്രൻ പെക്കാഹ് അവനെതിരെ ഗൂഢാലോചന നടത്തി. സമറിയായിലെ രാജകൊട്ടാരത്തിന്റെ കോട്ടയിൽ വെച്ച് 50 ഗിലിയാദ്യരുമൊത്ത് അയാൾ അർഗോവിനോടും അർയേയോടുമൊപ്പം അവനെ പ്രഹരിച്ചു. അയാൾ അവനെ വധിച്ച് അവന്റെ സ്ഥാനത്ത് രാജാവായി. പെക്കാഹിയായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും ഇതാ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. യൂദാ രാജാവായ അസറിയായുടെ 52 വർഷം റമാലിയായുടെ പുത്രൻ പെക്കാഹിയ ഇസ്രായേലിനു മേൽ സമറിയായിൽ രാജാവായി. 20 വർഷം അവൻ ഭരിച്ചു. അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിന്റെ മകനായ ജെറോബോവാമിന്റെ പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. അസീറിയ രാജാവായ തിഗ്ലാത്ത് പിലേസർ ഇസ്രായേൽ രാജാവായ പെക്കാഹിയായുടെ കാലത്ത് ഇയോൺ, ആബേൽ ബെത്മാക്ക, യനോവ, കേദശ്, ഹസോർ, ഗിലെയാദ്, ഗലീലി എന്നിങ്ങനെ നഫ്താലി ദേശം മുഴുവൻ പിടിച്ചടക്കി. അവരെ അസീറിയയിലേക്ക് നാടുകടത്തിക്കൊണ്ടുപോയി. ഉസിയായുടെ മകൻ യോഥാമിന്റെ 20 വർഷം ഏലായുടെ പുത്രനായ ഹൂസിയ റമാലിയായുടെ പുത്രൻ പെക്കാഹിയാക്കെതിരെ ഗൂഢാലോചന നടത്തി അവനെ പ്രഹരിച്ചു. അയാൾ അവനെ വധിച്ച് അവന്റെ സ്ഥാനത്ത് രാജാവായി. പെക്കാഹിയയുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും ഇതാ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ രാജാവ് റമാലിയായുടെ പുത്രൻ പെക്കാഹിയായുടെ 2 വർഷം യൂദാ രാജാവായ ഉസിയായുടെ മകൻ യോഥാം രാജാവായി. ഭരണം ആരംഭിക്കുമ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. സാദോക്കിന്റെ മകളായ അവന്റെ അമ്മയുടെ പേര് യെറൂഷ എന്നായിരുന്നു. തന്റെ പിതാവായ ഉസിയ ചെയ്തതുപോലെയെല്ലാം അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. പൂജാഗിരികൾ അവർ നീക്കം ചെയ്തില്ല എന്ന് മാത്രം. ജനം പൂജാഗിരികളിൽ ബലിയർപ്പിക്കുകയും ധൂപമർപ്പിക്കുകയും ചെയ്തു പോന്നു. അവനാണ് കർത്താവിന്റെ ആലയത്തിന്റെ ഉപരികവാടം നിർമ്മിച്ചത്. യോഥാം ചെയ്ത പ്രവൃത്തികളുടെ ശിഷ്ടഭാഗം യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? അക്കാലത്ത് ആരാം രാജാവായ റസീനെയും റമാലിയായുടെ പുത്രനായ പെക്കാഹിയായെയും കർത്താവ് യൂദാക്കെതിരെ അയക്കാൻ തുടങ്ങി. യോഥാം തന്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരോടൊപ്പം അവൻ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ആഹാസ് അവന്റെ സ്ഥാനത്ത് രാജാവായി.
ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം. കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ പുകഴ്ത്തും, അങ്ങയുടെ നാമത്തെ സ്തുതിക്കും. എന്തെന്നാൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന പദ്ധതികൾ വിശ്വസ്തവും സത്യസന്ധവുമായ വൻ കാര്യം അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. കാരണം നഗരത്തെ അങ്ങ് നാശകൂമ്പാരമാക്കി, സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി. വിദേശികളുടെ കോട്ടകൾ നഗരമല്ലാതായി, അത് ഇനിമേൽ പണിയപ്പെടുകയില്ല. അതിനാൽ പ്രബല ജനതകൾ അങ്ങയെ മഹത്വപ്പെടുത്തും, ഭീകര ജനതകളുടെ നഗരങ്ങൾ അങ്ങയെ ഭയപ്പെടും. നിശ്ചയമായും അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ ദുരിതത്തിൽ അവന് സുരക്ഷിത സങ്കേതവുമാണ്. പേമാരിയിൽ അഭയവും കൊടും വെയിലിൽ തണലും. എന്നാൽ കോട്ടയ്ക്കെതിരെ ചീറിയെടുക്കുന്ന പേമാരി പോലെയാണ് നീചൻ. വരണ്ട നിലത്തെ ഉഷ്ണമെന്ന പോലെ അന്യരുടെ ആരവത്തെ അങ്ങ് അടക്കിക്കളയും. കാർമേഘത്തണലിൽ വെയിലെന്ന പോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കും. സർവ്വജനതകൾക്കും വേണ്ടി ഈ മലയിൽ സൈന്യങ്ങളുടെ കർത്താവ് മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞും. സർവ്വജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം, സർവ്വജനതകളുടെയും മേൽ വിരിക്കപ്പെട്ടിരിക്കുന്ന മൂടുപടം ഈ മലയിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. എല്ലാ മുഖങ്ങളിൽ നിന്നും നാഥനായ കർത്താവ് കണ്ണീർ തുടച്ചു മാറ്റും. തന്റെ ജനത്തിന്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവ് നിശ്ചയമായും അരുൾ ചെയ്തിരിക്കുന്നു. അന്ന് അവർ ഇങ്ങനെ പറയും: ഇതാണ് നമ്മുടെ ദൈവം. നമ്മെ രക്ഷിക്കുമെന്ന് നാം പ്രത്യാശ അർപ്പിച്ചത് അവിടുന്നിലാണ്. ഇതാണ് കർത്താവ്, അവിടുന്നിലാണ് നാം പ്രത്യാശ അർപ്പിച്ചത്. അവിടുത്തെ രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. കാരണം കർത്താവിന്റെ കരം ഈ മലയിൽ വിശ്രമിക്കും. ചാണകക്കുഴിയിൽ വൈക്കോൽ മെതിക്കപ്പെടുന്ന പോലെ മൊവാബ് അവന്റെ കീഴിൽ ചവിട്ടി മെതിക്കപ്പെടും. നീന്തൽക്കാരൻ നീന്താൻ കൈവിരിക്കുന്നത് പോലെ അതിന്റെ മധ്യത്തിൽ നിന്ന് അവൻ കൈവിരിക്കും. എന്നാൽ അവിടുന്ന് അവന്റെ അഹങ്കാരവും കരങ്ങളുടെ സാമർഥ്യവും ഒന്നിച്ചു നശിപ്പിക്കും. നിന്റെ ഉന്നതമായ കോട്ടകളുടെ മതിലുകളെല്ലാം അവിടുന്ന് തള്ളിയിടുകയും നിലത്ത് വീഴിക്കുകയും പൊടിയോളം തകർത്തു കളയുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു: കർത്താവേ, നീ എവിടേക്ക് പോകുന്നെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു: ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എന്നിലൂടെയല്ലാതെ ആരും പിതാവിങ്കിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. പീലിപ്പോസ് പറഞ്ഞു: കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു: ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരുന്നിട്ടും പീലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നതെങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ. അല്ലെങ്കിൽ ഈ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ,
രക്ഷയേകിടും സത്യമാർഗമേ എൻ്റെ ആത്മാ